ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 31 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷത്തോടെ എല്ലാ ദൈവമക്കളെയും ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ വലിയ വിടുതലിന് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ പോകുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മിഖായേൽ മാലാഖ വലിയ മധ്യസ്ഥനായിട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന മുഴുവനും മക്കളെ സംരക്ഷിക്കുന്ന ഒരു മാലാഖയാണ് വിശുദ്ധ മിഖായേൽ. ഈ മിഖായേൽ മാലാഖ എന്തുകൊണ്ടാണ് ഇതുപോലെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സാത്താനെതിരെയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് ഇന്ന് ദൈവമക്കൾ യാത്ര ചെയ്യുന്നത്. അതാണ് വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷ. അപ്പം അത് ചെയ്താൽ സാത്താൻ പരാജയപ്പെടും, അവൻ ആ വ്യക്തിയുടെ മേലുള്ള ആധിപത്യമില്ലാതാകും. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും? അവൻ അതിനു വേണ്ടി നിരന്തരം പരിശ്രമിക്കും. ആ പരിശ്രമത്തെ നിരന്തരം യുദ്ധം ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു വ്യക്തി മിഖായേൽ മാലാഖയാണ്. അതുകൊണ്ട് പരിശുദ്ധി അമ്മ മാതാവ് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന മുഴുവനും മക്കൾക്ക് വേണ്ടി അവരുടെ ചുറ്റിലുമായിട്ട് മിഖായേൽ മാലാഖയുടെ സംരക്ഷണവും മാധ്യസ്ഥവും അവിടെ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയുടെ ആരംഭത്തിൽ ആ മാലാഖയെ അടുത്ത് വിളിച്ച് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ നിമിഷം വിശുദ്ധ കുരിശിനാൽ എന്നിട്ട് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ചായൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ. അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തിയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ഞങ്ങളെ ഉപദ്രവിക്കാൻ ഇടയാക്കല്ലേ. നമുക്ക് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്യാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വരന്മാരുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ യാചനയോടെ പിടിച്ചാലോ. നമുക്ക് മിഖായേൽ മാലാഖയുണ്ട്, പരിശുദ്ധി അമ്മ മാതാവ് അടുത്തുണ്ട്, യവസേ പിതാവിന് അടുത്തുണ്ട്. വിജയസഭയിലെ മുഴുവനും മക്കൾ ഈ കൂട്ടായ്മയിലുണ്ട്. പ്രത്യേകിച്ച് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താനായിട്ട് അടുത്ത ഒരുക്കത്തിലേക്ക് കയറുമ്പോൾ സ്വർഗത്തിന്റെ കൂട്ടായ്മ നമ്മുടെ ചുറ്റിലും വരും. ഈ സ്വർഗ കൂട്ടായ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവ് വരാനായിട്ട് ആഗ്രഹിച്ചോ.
ദൈവാത്മാവ് നമ്മളിലേക്ക് വരും. ദൈവത്തിന്റെ ശക്തി നമ്മളിൽ ആവസിക്കും. ഈ ആത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും. ഈ ആത്മാവ് നമ്മളെ വളർത്താനായിട്ട് തുടങ്ങും. പാപത്തെ ഉപേക്ഷിക്കാൻ, പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള കാലഘട്ടത്തിന്റെ അഭിഷേകം ഈ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും ചേർന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ. രണ്ട് കരങ്ങളും യാചനയോടെ പിടിക്കാൻ പരിശുദ്ധ അമ്മയെ മനസ്സിൽ കാണാം. അമ്മയെ നമ്മൾ പാടി പുകഴ്ത്തുക. ആവേ മരിയ, വാഴ്ക വാഴ്ക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മയെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, അമ്മയെ വണങ്ങിക്കൊണ്ട്, അമ്മയെ സ്നേഹിച്ചുകൊണ്ട്, അമ്മയോടുള്ള ആ സ്നേഹം ഇപ്പോൾ നമുക്ക് പ്രകടിപ്പിക്കാം. രണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ച് എല്ലാ മക്കളും ഒന്ന് ചേർന്നൊന്ന് വിളിച്ചു പാടിക്കേ. വാഴ്ക 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 മാതാവേ, വാഴ്ക 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 മാതാവേ, വാഴ്ക വാഴ്ക
വാഴ്ക മാതാവേ, വാഴ്ക 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 മാതാവേ. ആവേ ആവേ നോക്കിക്കേ മക്കളെ, ആവേ മരിയ, സ്നേഹിച്ച മക്കളെ, ആവേ 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 മരിയ. സ്തോത്രം മാതാവേ, സ്തോത്രം 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 മാതാവേ, സ്തോത്രം 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 മാതാവേ. ഒരു നിമിഷം കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓടി അണയുന്നു. പാപികളാ ഞങ്ങളുടെ മേൽ അലിവാർന്ന് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയുടെയും ഈ ശുശ്രൂഷയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിന്റെ എല്ലാ കുടില തന്ത്രങ്ങളെയും നമ്മുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, നിങ്ങളുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധം, ദുരന്തം, കലഹം, രോഗപീഠ, പൈശാചിക ബന്ധനം ആദ്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. ഒരിക്കലും അറിയമായിരുന്ന പരിശുദ്ധ കന്യകാമറിയമേ, സകല ജനപദങ്ങളുടെയും നാഥേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അഭിഭാഷയാകണമേ. മനസ്സിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ വരണമേ. ഇവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. പ്രതിഷ്ഠാജപം നമ്മൾ ഉരുവിടുകാൻ പോകുക. ഈ നിമിഷം രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മളെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും ഏറ്റുചൊല്ലി ഈ പ്രതിഷ്ഠാജപം ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എന്റെ മാതാവും എന്റെ രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തെങ്കിൽ ഞാൻ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിലും ആത്മാക്കളെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 ദിവസം കൂടി നമ്മുടെ മുന്നിലുള്ളല്ലോ. വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ, മണിക്കൂറുകൾ. എനിക്ക് വലിയ സന്തോഷമുണ്ടാകുന്ന കാര്യം ഈ ദിവസങ്ങളിലൊക്കെ ചിലവരയക്കുന്ന മെസ്സേജുകൾ. കാരണം അവർ പറയുവാണ്, ഞങ്ങൾക്ക് 1000 നന്മ നിറഞ്ഞ മറിയമേ ദിവസവും ചൊല്ലി ഈ ആരാധനയുടെ സമയത്ത് അത് കാഴ്ചവെക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്ന്. അതുപോലെ അനേകർക്ക് പുണ്യം ഇന്ന് വരെ ജീവിതത്തിൽ ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ അനേകർ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു പുണ്യങ്ങൾ അഭ്യസിക്കാൻ. പിന്നെ അത് ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് അഭ്യസിക്കാൻ തുടങ്ങിയപ്പോൾ അത് ജീവിതത്തിന് ഒരു രീതി, ഒരു താളം പോലെ അതായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അനേകര് പരിശുദ്ധി അമ്മയോട് ഒത്തിരി ആഴത്തിൽ ഐക്യപ്പെട്ട് വലിയ ബന്ധത്തിലേക്ക് വരുന്നതായിട്ട് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം, അമ്മ വഴി നന്ദി പറയാം. അമ്മ മാതാവ് ഇതുപോലെ ഈ ലോകത്തെ അനേകം ദൈവമക്കളെ ഇങ്ങനെ ഒരുക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ നാനാ സ്ഥലങ്ങളിൽ ഇരുന്ന് ഇതിൻ്റെ അകത്ത് പങ്കുചേരുന്ന മക്കളുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എവിടെയായിരുന്നാലും ഇനിയുള്ള സമയം ഒന്നും നമുക്ക് നിരാശപ്പെടേണ്ട. അയ്യോ പറ്റിയില്ല, അവർക്ക് പറ്റി, എനിക്ക് അങ്ങനെയൊന്നും നമുക്ക് നോക്കണ്ട. നമ്മുടെ അമ്മ കണക്ക് ചോദിക്കില്ല കേട്ടോ. കണക്ക് ചോദിക്കും, നിനക്ക് ഇപ്പം വരാമോ, ഇപ്പം തിരിച്ചു വരാമോ, ഇപ്പം തുടങ്ങാമോ?
എടാ 2 ദിവസം ഉള്ളൂ, എന്നാൽ നീ തുടങ്ങിക്ക്. വലിയ കൃപയാ, വലിയൊരു അഭിഷേക. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ശുശ്രൂഷ ഏറ്റവും ആഗ്രഹിച്ച് നമ്മൾ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ട് ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം പരിശുദ്ധ ജപമാല കൈകളിൽ എടുക്കാം എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയുടെയും കത്തോലിക്ക വിശ്വാസികളുടെയും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അഭയ സങ്കേതം അത് പരിശുദ്ധി അമ്മയാ. ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ സഭയുടെ ഏറ്റവും ഉറപ്പുള്ള ആയുധം അത് പരിശുദ്ധി അമ്മയോടുള്ള ജപമാലയാ. ഈ തിരിച്ചറിയണമെങ്കിൽ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, സഭയെ നശിപ്പിക്കാനായിട്ടും തകർക്കാനായിട്ടും വിശ്വാസത്തെ ക്ഷയിപ്പിച്ച് കളയാനായിട്ട് പൊങ്ങി വന്നിട്ടുള്ള 2 കാര്യമാണ് അബദ്ധ പ്രബോധനങ്ങളും 2 പാഷാണ്ഡതകളും. ഇത് രണ്ടും പൊങ്ങി വന്നപ്പോൾ ഇതിനെ മറികടന്നത്, ഇതിനെ തകർത്തത്, ഇതിനെ എതിരിട്ടത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ മാതാവും അമ്മ മാതാവിനോട് ചൊല്ലുന്ന ഈ ജപമാല പ്രാർത്ഥനയുമാണ്. സഭയിൽ നോക്കുവാണെങ്കിൽ സഭയെ തകർക്കാനായിട്ട് പല ദിക്കിൽ നിന്നും പല രീതിയിലുള്ള ഭീഷണികളും സ്വരങ്ങളും കാര്യങ്ങളും ഉത്ഭവിച്ചപ്പോൾ ഈ സഭയെ പൊതിഞ്ഞു പിടിച്ചതും ഈ സഭയെ സംരക്ഷിച്ചതും ഈ സഭ യുദ്ധം ചെയ്യാനായിട്ട് നോക്കിയതും പരിശുദ്ധ അമ്മയിലൂടെയും അമ്മ നൽകിയിട്ടുള്ള ജപമാലയിലൂടെയുമാണ്. ലോകത്ത് പകർച്ചവ്യാധി വന്നു, ലോകത്ത് പ്രകൃതിക്ഷോഭങ്ങൾ വന്നു, അനേകർ അതിൻ്റെ കെടുതിയിൽ അകപ്പെട്ട് കിടന്നപ്പോൾ അവരെ ശക്തിപ്പെടുത്താനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പരിശുദ്ധ അമ്മയാണ്, അമ്മയുടെ ജപമാല പ്രാർത്ഥനയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, യുദ്ധക്കെടുതി മൂലം അനേകര് തകർന്ന് തരിപ്പണമായി കിടന്ന സമയത്ത് അവരെ സംരക്ഷിച്ചതും അവരെ ഉണർത്തിയതും അവർക്ക് പ്രത്യാശ നൽകാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വ്യക്തി പരിശുദ്ധ അമ്മയാണ്. അവരെ ശക്തിപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം ജപമാലയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ജപമാലയുടെ ഉത്ഭവം നോക്കിക്കേ മക്കളെ. അൽബീജിയം പാഷാണ്ഡത ലോകത്ത് കയറി പടർന്നു പിടിച്ചിട്ട് അതിലൂടെ അനേകരുടെ വിശ്വാസത്തെ ക്ഷയിപ്പിച്ച് കത്തോലിക്ക വിശ്വാസവും കത്തോലിക്ക സഭയെ പോലും ഇല്ലാതാക്കാനായിട്ട് തീരുമാനമെടുത്ത് ഇവർ പടപൊരുതിയ സമയത്ത് ഇതിനെതിരായിട്ട് മാർപ്പാപ്പ അയച്ച വ്യക്തി യഥാർത്ഥത്തിൽ വിശുദ്ധ ഡൊമിനിക്കിനെയാണ്. ഡൊമിനിക്ക് വന്ന് ഇതിനെതിരെ ഒത്തിരിയേറെ പ്രഘോഷണങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ജപമാല കൊടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞെ, ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നീ പോരാട്. ഈ ആയുധത്തെക്കുറിച്ച് ദൈവമക്കളെ പഠിപ്പിക്ക്. ഇത് ഉപയോഗിക്കാനായിട്ട് ദൈവമക്കളോട് പറ. ലോകത്ത് മുഴുവനും ഇത് പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? അൽബീജിയൻ പാഷാണ്ഡത കെട്ടടങ്ങി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ 1220 ഈ വിശുദ്ധ ഡൊമിനിക്ക് മരണമടയുന്നത്. അതോടുകൂടി ഈ ജപമാല പ്രാർത്ഥനയും നിന്നുപോവുകയാണ്. പിന്നെ എപ്പോഴാണ് ജപമാല പ്രാർത്ഥന തുടങ്ങിയത്? പ്രിയപ്പെട്ടവരെ, യൂറോപ്പിൽ പ്ലേഗ് എന്ന് പറയുന്ന മാരക മഹാമാരി കയറി പിടിച്ച സമയത്ത്, 2 ആ സമയത്ത് മറ്റൊരു പാഷാണ്ഡത തലപൊക്കി യൂറോപ്പിനെയും കത്തോലിക്ക സഭയെ തകർക്കുന്ന സമയത്ത് ഇതിനെതിരായിട്ട് പോരാടാൻ ദൈവം ഒരു വ്യക്തിയെ വിളിച്ചു. ആ വ്യക്തിയുടെ പേരാണ് വാഴ്ത്തപ്പെട്ട അലൻ ഡി റോഷെ. 1460 ഈ 1221 മുടങ്ങിപ്പോയിട്ടുള്ള ജപമാല വീണ്ടും പൊക്കിക്കൊണ്ടുവരുന്നത് ഈ വാഴ്ത്തപ്പെട്ട അലൻ ഡി റോഷ. അദ്ദേഹത്തിന് ഒരു ദിവസം പരിശുദ്ധ അമ്മയും വിശുദ്ധ ഡൊമിനിക്കും പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഈ പാഷാണ്ഡത ഇല്ലാതാക്കാൻ, ഈ പ്ലേഗ് മഹാമാരി വിട്ടുമാറാനായിട്ട് കുഞ്ഞെ നീ ചെയ്യേണ്ട കാര്യം ഈ ജപമാല പ്രാർത്ഥന തുടങ്ങാം. ഇത് പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങുക. ഇത് ലോകത്ത് മുഴുവനും എല്ലായിടത്തും എത്തിക്കാനായിട്ട് നോക്ക്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ രോഗപീഠ വിട്ടുമാറി, ഒപ്പം ഈ പാഷാണ്ഡത ഇല്ലാതായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 14-ാം നൂറ്റാണ്ട് വരെ അല്ലെങ്കിൽ 14-ാം നൂറ്റാണ്ടിന്റെ ആ സമയത്തൊക്കെ
ജപമാല ചൊല്ലുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം മാത്രം, സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1569 5-ാം പിയൂസ് മാർപ്പാപ്പയാണ് അതിൻ്റെ രണ്ടാമൻ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം കൂട്ടിച്ചേർത്ത്, ഒപ്പം ത്രിത്വസ്തുതി കൂട്ടിച്ചേർത്ത്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം 1858 ലൂർദിൽ പരിശുദ്ധി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ബെർണദീത്ത എന്ന് പറയുന്ന മകളോട് ചേർന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. 1917 പരിശുദ്ധി അമ്മ മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ ജപമാല റാണിയാണ്, ജപമാല രാജ്ഞിയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ജപമാലയുടെ ഉത്ഭവവും വളർച്ചയും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളിൽ എന്നെ ഒത്തിരിയേറെ സന്തോഷത്തിലേക്ക്, അല്ലെങ്കിൽ എന്നെ ഒത്തിരി ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോയ ഒരു സംഭവം ഞാൻ കേൾക്കാനിടയായി. മറ്റൊന്നുമല്ല, നൈജീരിയയിൽ ഒരു രൂപത, ആ രൂപതയിൽ ബൊക്കോ ഹറാം എന്ന് പറയുന്ന ഒരു വർഗീയവാദികൾ അല്ലെങ്കിൽ ഭീകര സംഘടനകൾ അവിടെയുള്ള കത്തോലിക്കരെ മുഴുവനും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ദൈവമക്കൾക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ പേടിയാകാൻ തുടങ്ങി. കാരണം അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവരെ കൊന്നൊടുക്കും. അവിടുത്തെ പിതാവിന്, മെത്രാന് എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ നിരാശപ്പെട്ട് ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയാണ്. അത് തിരുഹൃദയത്തോടു കൂടി പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു വാളെടുത്ത് ഈശോ ഈ മെത്രാന്റെ കയ്യിൽ, ഈ പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. പിതാവ് ഈ കാണുന്ന വാള് ഈശോയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ആ വാള് മാറിയിട്ട് അതൊരു ജപമാലയായിട്ട് തീരുക. എന്നിട്ട് ഈശോ പറഞ്ഞു, ഇത് ഉപയോഗിച്ചുകൊണ്ട് വേണം ആ കാണുന്ന കാര്യത്തിനോട് യുദ്ധം ചെയ്യാൻ. എന്നിട്ട് ഈശോ ഇത്ര മാത്രമാണ് അവരോട് പറഞ്ഞ്, ബൊക്കോ ഹറാം തീർന്നു. പ്രിയപ്പെട്ടവരെ, പിതാവ് ചെയ്ത കാര്യം, തൻ്റെ രൂപതയിലുള്ള മുഴുവനും വൈദികരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ജപമാല ചൊല്ലുവാനും ജപമാല പ്രചരിപ്പിക്കുവാനും അദ്ദേഹം പരിശ്രമിച്ചു. എന്താ സംഭവിച്ചെന്നറിയണോ പ്രിയപ്പെട്ടവരെ? 2 വർഷം കഴിഞ്ഞപ്പോൾ ആ ഭീകര സംഘടന അവരുടെ ഏരിയയിൽ കാലുകുത്തിയിട്ടില്ല. പിന്നെ പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ലെപ്പാന്റെ യുദ്ധം നമുക്കറിയത്തില്ല മക്കളെ. തുർക്കിപ്പട യൂറോപ്പിനെ മുഴുവനും കൊന്നൊടുക്കിക്കൊണ്ട് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർപ്പാപ്പ പറഞ്ഞ കാര്യം എന്താ? ലോകത്തിലുള്ള മുഴുവനും ക്രൈസ്തവരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ജപമാല ചൊല്ല്. യുദ്ധത്തിന് പോകുന്ന ഭടന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജപമാല കയ്യിലെന്തിക്കൊണ്ട് ജപമാല ചൊല്ലിപ്പോ. റോമിലുള്ള മുഴുവനും ക്രൈസ്തവരോട് പറഞ്ഞു, മക്കളെ ഈ രാത്രി മുഴുവനും നിങ്ങൾ ജപമാല ചൊല്ല്. എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? പിറ്റേ ദിവസം യുദ്ധത്തിനിറങ്ങിയ സമയത്ത് ഈ തുറക്കിപ്പട തോറ്റുപോകുക. യൂറോപ്യൻ യൂണിയന് അല്ലെങ്കിൽ യൂറോപ്പിന് വിജയം കിട്ടുക. അങ്ങനെ തിരിച്ചു പിടിക്കുക, നഷ്ടപ്പെട്ട കാര്യം തിരിച്ചു പിടിക്കുക. ഞാൻ പറഞ്ഞു വന്ന കാര്യം പ്രിയപ്പെട്ട ദൈവമക്കളെ, കത്തോലിക്ക സഭയുടെ ആകട്ടെ, സഭാ മക്കളുടെ ആകട്ടെ, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം അത് പരിശുദ്ധി അമ്മയാ. ഏറ്റവും ഉറപ്പുള്ള ആയുധം അത് പരിശുദ്ധി അമ്മയുടെ ജപമാലയാ. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 1884 ഏഷ്യയിൽ എന്ത് സംഭവിച്ചു? കോളറ കയറി പടർന്നു പിടിച്ച സമയം. പ്രിയപ്പെട്ടവർ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടുന്ന് എങ്ങോട്ടേക്ക് അത് മാറി? ഫ്രാൻസിലേക്ക് മാറി. ഫ്രാൻസിൽ നിന്ന് ഇറ്റലിയിലേക്ക് അത് പടരാൻ തുടങ്ങി. ഈ സമയത്ത് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അഭയ സങ്കേതമായിട്ടുള്ള പരിശുദ്ധ അമ്മയിലേക്ക് മക്കളെല്ലാം ഓടിവാ. 2 ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലാൻ തുടങ്ങുക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ചെല്ലാൻ തുടങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന വലിയ വിപത്ത് ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഫ്രാൻസിലെ ഏറ്റവും നല്ല ഭരണാധികാരിയായിട്ട്, രാജാവായിട്ട് തെരഞ്ഞെടുത്തത് ലൂയിസ് രാജാവാ. അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം അത്രയും നല്ലൊരു ഭരണാധികാരിയായി തീരാൻ കാരണമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, അവിടുത്തെ രാജാവിനും രാജ്ഞിക്കും മക്കളില്ലായിരുന്നു. ഒരു ദിവസം ഡൊമിനിക്കിനെ അവർ വിളിച്ചു കൊട്ടാരത്തിലേക്ക്. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. ഡൊമിനിക്ക് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ, ജപമാല പിടിക്കുക, ജപമാല ചൊല്ലാൻ തുടങ്ങുക. ഈ കൊട്ടാരത്തിലുള്ള മുഴുവനും മക്കളെയും കൊണ്ട് ജപമാല ചൊല്ലിപ്പിക്കുക. രാജ്യത്ത് മുഴുവനും ജപമാല പ്രചരിപ്പിക്കുക. രാജ്യത്തിലുള്ള മുഴുവനും മക്കൾക്ക് ജപമാല മേടിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവർ, ഇപ്രകാരമുള്ള കാര്യം ചെയ്തപ്പോൾ അവർക്ക് കുഞ്ഞുണ്ടായി. ആ കുഞ്ഞാണ് പിന്നീട് ലൂയിസ് രാജകുമാരനായി തീർന്നത്. ആ രാജാവാണ് ആ ഫ്രാൻസിനെ ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും വളർച്ചയിലേക്കും ഉയർച്ചയിലേക്കും നയിച്ച രാജാവ്. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഓർക്കൂ, ഈ 2018 പ്രിയപ്പെട്ടവരെ, വെള്ളപ്പൊക്കം
അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ട് ജനത്തിനുണ്ടാക്കിയ സമയത്ത് ഒരമ്മച്ചിയോട് പങ്കുവെച്ച ഒരു ചെറിയ സാക്ഷിയുണ്ട്. അമ്മച്ചിയോട് പറഞ്ഞ കാര്യം ഇതാണ്. അമ്മച്ചിയുടെ വീട്ടിൽ അമ്മച്ചി മാത്രമേ ഉള്ളൂ. നാട്ടുകാരോർത്തു വെള്ളപ്പൊക്കം തുടങ്ങിയ സമയത്ത് അമ്മച്ചി മറ്റെങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ട് എന്ന് വിചാരിച്ചു. പക്ഷേ അമ്മച്ചി ആ വീടിൻ്റെ അകത്ത് തന്നെ ഒരു കുഞ്ഞിക്കുടിൽ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഈ അമ്മച്ചിയെ രക്ഷിക്കാൻ ആരും വന്നില്ല. അമ്മച്ചി അവസാനം ചെയ്ത കാര്യം, കട്ടിലിൻ്റെ മുകളിൽ ഒരു ചെയർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അമ്മച്ചി ഇരിക്കും. എന്ന് വെച്ചാൽ അമ്മച്ചി ഇരിക്കുന്നതിൻ്റെ അത്രയും വെള്ളം വരെ ആയി. എന്നിട്ടും ആരും രക്ഷിക്കാനില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം അല്ലെങ്കിൽ ഈ മഴയുടെ ഇടയിൽ ഒരാൾ വള്ളവുമായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച പ്രകാരമാ ഈ അമ്മച്ചി ഒരു ജപമാലയും പിടിച്ച് ഈ ചെയറിൽ ഇരിക്കുക. അമ്മച്ചിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ ആരെങ്കിലും വന്ന് രക്ഷിക്കുമെന്ന്. അമ്മ പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ 100 ജപമാല ചൊല്ലിത്തീരുന്നതിന് മുമ്പ് എൻ്റെ അമ്മ ആരെയെങ്കിലും പറഞ്ഞു വിട്ട് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മോനെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നും വേണ്ട മക്കളെ, നമ്മുടെ വീട്ടിൽ ഒരാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ഐസിയുവിലാണ്. ഡോക്ടർ പറയുകയാണ് 24 മണിക്കൂറും. നീ എന്ത് ചെയ്യും? നീ ഓടിപ്പോയി ഒരു സൈഡിലേക്ക് മാറി ഇരുന്നിട്ട് കഴുത്തിൽ ജപമാലയുണ്ടെങ്കിൽ ഊരും, പോക്കറ്റിൽ ജപമാലയുണ്ടെങ്കിൽ എടുക്കും, പേഴ്സിൽ ജപമാലയുണ്ടെങ്കിൽ എടുക്കും. നീ അവിടെ ഇരുന്ന് ഇതാ പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ കയറി കിടപ്പുണ്ട്. എന്ത്? ഇത് പ്രാർത്ഥിച്ചാൽ രക്ഷ കിട്ടും, ഇത് പ്രാർത്ഥിച്ചാൽ രക്ഷ ഉറപ്പാ. പക്ഷെ ഇത് എടുക്കുന്നവർ വളരെ കുറവാ, ഇത് ഉപയോഗിക്കുന്നവർ വളരെ കുറവാ. അതുകൊണ്ടാണ് ഗബ്രിയേൽ അമറോത്തച്ഛനോട് സാത്താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ജപമാല ഉപയോഗിക്കുന്നവർ കുറവാണ്, ഇനി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെല്ലുന്നവർ അതിനേക്കാളും കുറവാണ്. എല്ലാ ക്രൈസ്തവരും ഈ ജപമാല ഉപയോഗിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെല്ലാൻ തുടങ്ങിയാൽ എനിക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ചോദിക്കും, നമ്മൾ എത്ര പേർക്ക് ഇതുണ്ട്? ചൊല്ലുന്ന മക്കൾ എത്ര പേര്? ചിലപ്പോൾ ഒരു കുടുംബ പ്രാർത്ഥന കാണുമായിരിക്കും, പക്ഷെ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുന്ന മക്കളെ നമുക്ക് ഒരു ജപമാല കൊണ്ടല്ല നിൽക്കണ്ടേ, നമുക്കിത് ആവർത്തിക്കപ്പെടണം. കാരണം ജപമാലയിലൂടെയാണ് ഈ ലോകത്തെ മാറ്റിമറയ്ക്കാൻ പറ്റൂ. ജപമാലയിലൂടെയാണ് ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കാൻ നമുക്ക് പറ്റൂ. അനേകരെ മാനസാന്തരപ്പെടുത്താനുള്ള ഏറ്റവും നല്ല ഉപകരണമാണ്, ഏറ്റവും നല്ല ആയുധമാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. ലയോ 13 മാർപ്പാപ്പ പറയുവാണ്, ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധ ഉപകരണമാണ് ജപമാല, ശത്രുക്കളെ തുരത്തി ഓടിക്കാനുള്ള ഏറ്റവും നല്ല ആയുധമാണ് ജപമാല, ധിക്കാരവും ഭ്രാന്തവുമായ ദുഷ്ടഭക്തി തകർക്കാനുള്ള മാർഗമാണ് ജപമാല, അപകടകാരികളായിട്ടുള്ള പാഷാണ്ഡികളെയും എതിർക്കാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് ജപമാല. ആന്തരിക നവീകരണത്തിന് ഒരാളെ മാറ്റിയെടുക്കുന്ന കാര്യമാണ് ജപമാല. ലിയോ 13 മാർപ്പാപ്പ പറയുക, ജപമാലയുടെ ശക്തി എന്ത് കേട്ടെ, ഏറ്റവും നല്ല യുദ്ധ ഉപകരണം. രണ്ടാമത് പറയുന്നു, ധിക്കാരവും ഭ്രാന്തവുമായ ദുഷ്ടഭക്തി തകർക്കാൻ. അതുപോലെ പറയുന്നു, പാഷാണ്ഡികളെയും തകർക്കാൻ. അതുപോലെ വീണ്ടും പറയുന്നു, ശത്രുക്കളെ തുരത്തി ഓടിക്കാൻ. ആന്തരിക നവീകരണം വരുത്താനുള്ള ഏറ്റവും നല്ല കാര്യമാണ് എന്ത്? ജപമാല. പക്ഷെ ആര് ഉപയോഗിക്കുന്നു മക്കളെ ഇത്? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പീസ് 5 മാർപ്പാപ്പ പറയുന്ന 3 കാര്യമുണ്ട്. ജപമാല ചൊല്ലുമ്പോൾ ഒരു വ്യക്തി പുതിയ മനുഷ്യനായിട്ട് തീരുന്നു. 2, അബദ്ധ പ്രബോധനത്തിന്റെ ഇരുട്ട് ആ വ്യക്തിയിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നു. 3, വിശ്വാസത്തിന്റെ പ്രകാശം ദൈവമക്കളിൽ മുഴുവനും നിറയുന്നു. എന്ത് ചെയ്താൽ? ജപമാല ചൊല്ലുമ്പോൾ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യുഗാന്തി കാലഘട്ടത്തിൽ മനുഷ്യൻ നേരിടാൻ പോകുന്ന 4 പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നമാണ് അബദ്ധ പ്രബോധനങ്ങൾ ദൈവജനത്തിൽ സഭയ്ക്കുള്ളിൽ കടന്നുകൂടും. രണ്ടാമത്തെ കാര്യമാണ് കത്തോലിക്ക വിശ്വാസത്തിൽ മായം ചേർക്കപ്പെടും. മൂന്നാമത്തെ കാര്യമാണ് അബദ്ധ പ്രബോധകർ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരും. 4-മത്തെ കാര്യമാണ് വ്യാജ പ്രവാചകരും എതിർക്രിസ്തുവിൻ്റെയും ശക്തി സഭയ്ക്കുള്ളിൽ കടന്നുകൂടും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമയത്ത് ഈ സഭയെ സംരക്ഷിക്കാൻ, ഈ സഭാമക്കളെ രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല വ്യക്തി അത് പരിശുദ്ധി അമ്മയും ഏറ്റവും നല്ല ആയുധവും പരിശുദ്ധി അമ്മയോടുള്ള ജപമാലയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യുഗാന്ത്യ സഭയെ കുറിച്ച് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തുന്ന ഒരു രഹസ്യമുണ്ട്. യുഗാന്ത്യ സഭ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഞെരുക്കപ്പെടുന്ന ഒരു സമയത്തിലേക്ക് വരും. എന്നിട്ട് വീണ്ടും പറയുവാണ്, രാജ്യങ്ങളും ജനതകളും കത്തോലിക്ക സഭയ്ക്കെതിരെ അണിനിരക്കാൻ തുടങ്ങും. ധാരാളം പ്രതിസന്ധി ഘട്ടങ്ങൾ ആ സമയത്ത് സഭയിൽ വരും.
ഈ സമയത്ത് ഈ സഭയും സഭാമക്കളെയും രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല വ്യക്തി പരിശുദ്ധ അമ്മയും ഏറ്റവും നല്ല ആയുധം പരിശുദ്ധ അമ്മയോടുള്ള ജപമാലയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ 4 മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യമാണ്, ജപമാല ദൈവത്തെയും മാതാവിനെയും ബഹുമാനിക്കുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനയാണ്. രണ്ടാമത് പറയുന്നു, ആസന്നമായ അപകടങ്ങളെ തിരിച്ചറിയാനും വഴിമാറ്റിവിടാനുമുള്ള ഏറ്റവും നല്ല മാർഗമാണ് ജപമാല. മൂന്നാമത് പറയുന്നു, ആന്തരിക നവീകരണത്തിനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള പ്രാർത്ഥനയാണ് ജപമാല എന്ന്. യുഗാന്ത സഭയിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട കാര്യം എന്താ? ആന്തരിക നവീകരണമാണ്. ആർക്കാ വേണ്ടേ? മോള് തൊട്ട് താഴെ വരെ. അത് കർദിനാൾമാരാണ്, ബിഷപ്പുമാരാകാം, പുരോഹിതരാകാം, എല്ലാവർക്കും ഒരു ആന്തരിക ഇത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവമക്കൾ മുഴുവനും ജപമാലയെ മുറുകെ പിടിച്ച് അതിലൂടെ വലിയ മാറ്റം സംഭവിക്കും മക്കളെ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഊർബൻ മാർപ്പാപ്പ പറയുന്നു, ജപമാല ചൊല്ലുമ്പോൾ ഓരോ ദൈവമക്കൾക്കും കത്തോലിക്ക സഭയ്ക്കും പുതിയ വരം കിട്ടുന്നു. ഒപ്പം ജപമാല ഭക്തി ആത്മാക്കൾക്ക് കൃപാവരത്തിന്റെ അമൂല്യ ഫലങ്ങളും ആരോഗ്യവും ലഭിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഈശോയുടെ 2ാം വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഓരോ ദൈവമക്കൾക്കും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മാവിനെ പുണ്യങ്ങളാൽ അലങ്കരിച്ചിരിക്കണം. ഓരോ ദൈവമക്കളും നമ്മുടെ ആത്മാവിനെ പുണ്യങ്ങളാൽ അലങ്കരിക്കണം. അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താ? ജപമാലയെ മുറുകെ പിടിച്ച്. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഇപ്രകാരം ചേർത്ത് പറയുവാണ്, പരിശുദ്ധ ജപമാല ദൈവത്തിൻ്റെയും തിരുസഭയുടെയും ശത്രുക്കളെ കീഴ്പ്പെടുത്താനായിട്ട് അതിലൂടെ പറ്റുന്നു. രണ്ടാമത് പറയുന്നു, സുവിശേഷ പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള ശക്തമായ പ്രേരണ ജപമാലയിലൂടെ കിട്ടുന്നു. മൂന്നാമത് പറയുന്നു, അത് പുണ്യങ്ങളെ നമ്മുടെ ആത്മാവിലേക്ക് കുത്തിവെക്കുന്നു. നാലാമത് പറയുന്നു, ആത്മാവിനെ പുണ്യങ്ങളാൽ പരിപോഷിപ്പിക്കുന്നു. എന്ത് ചെയ്താൽ? ജപമാല ചൊല്ലിയാൽ. എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ തിരിച്ചറിഞ്ഞുകൊള്ളു, അവസാന കാലഘട്ടത്തിൽ ഈ ആയുധത്തെ മുറുകെ പിടിക്കാത്തവരൊക്കെ പലപ്പോഴും വീണുപോകും. അതുകൊണ്ടാണ് ജോൺ പോൾ 2 മാർപ്പാപ്പ പറയുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ഞാൻ ജപമാലയാണ് മുറുകെ പിടിച്ചത്. എൻ്റെ സന്തോഷത്തിൽ ഇതെൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ദുഃഖത്തിലും ഇതെൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ആകുലതയിലും ഇതെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതിലൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശക്തി സ്വീകരിച്ച് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വരവും കൃപയും തന്നത് എന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജപമാലയെ കൈവിടല്ലേ നിങ്ങൾ. ജപമാലയെ കൈവിടല് പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ബർത്തലോലോഗ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അദ്ദേഹം ജീവിതത്തിലൊരു അനുഭവം പറയുന്ന ഇപ്രകാരമാണ്. അദ്ദേഹത്തിനെ ഒരു വാക്കാണ് ജീവിതത്തെ കയറി സ്പർശിച്ച്. കൊന്ത നമസ്കാരം പ്രചരിപ്പിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യം എന്നറിയാം, ഒരു ചെറിയ പ്രാർത്ഥനാലയം ഉണ്ടാക്കി. അവിടെ പരിശുദ്ധി അമ്മയുടെ രൂപം മേടിച്ചു വെച്ചു. അവിടെ ഇരുന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. അനേകർ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ ശക്തി തിരിച്ചറിയാൻ തുടങ്ങി. അതുകൊണ്ടാണ് അദ്ദേഹം ജപമാലയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: ദൈവത്തോട് ഐക്യപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാധ്യമമാണ്, ചങ്ങലയാണ് യഥാർത്ഥത്തിൽ ജപമാല. രണ്ടാമത് പറയുന്നു, മാലാഖമാരോട് നമ്മളെ ഒന്നിപ്പിക്കുന്ന സ്നേഹബന്ധമാണ് ജപമാല. മൂന്നാമത് അദ്ദേഹം പറയുന്നു, നരകത്തിന്റെ ആക്രമണങ്ങൾക്കെതിരെയുള്ള രക്ഷയുടെ ഗോപുരമാണ് ജപമാല. നാലാമത് പറയുന്നു, സമുദ്ര സഞ്ചാരത്തിന്റെ സുരക്ഷിതമായിട്ടുള്ള തുറമുഖമാണ് ജപമാല. അഞ്ചാമത് പറയുന്നു, മരണസമയത്ത് ചേർത്ത് പിടിച്ച് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ജപമാല. നോക്കിക്കേ മക്കൾ, ഇതിൻ്റെയൊക്കെ ശക്തി എന്താണ്. പക്ഷെ ആരാ ഇത് ഉപയോഗിക്കുന്നത്? ആരാ ഇത് ചേർത്ത് പിടിക്കുന്നത്? നമ്മൾ നോക്കിക്കേ, മരിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ചുംബനം മിക്കപ്പോഴും കൊടുക്കുന്ന എന്തിനാ? ഈ ജപമാലയ്ക്ക. മരണത്തിന് തൊട്ടു മുമ്പ് അവസാനത്തെ നാമം ആരുടെ നാമ വിളിക്കുന്നത്? മിക്കവാറും വിളിക്കുന്നത് എൻ്റെ അമ്മയെന്നാ. ആ അമ്മയെ സ്നേഹിക്കുന്ന, അമ്മ നൽകിയിട്ടുള്ള ഈ കാണുന്ന ആയുധത്തെ മുറുകെ പിടിക്കുന്ന, ഇതിനെ സ്നേഹിക്കുന്ന എത്ര പേര്? പരിശുദ്ധി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്നറിയാമോ? ജപമാല ഭക്തരെയാ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട സമയത്തൊക്കെ ആർക്കാ പ്രത്യക്ഷപ്പെട്ടേക്കണേ? അത് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന മക്കൾക്കാ. 2, പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയുടെ കയ്യിൽ എന്തുണ്ട്? എപ്പോഴും ജപമാലയുണ്ട്. 3, അമ്മ ജനത്തോട് പറയുന്നത് എന്താ? ജപമാല ചൊല്ലി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 4, പരിശുദ്ധി അമ്മ പറഞ്ഞെന്താ? ഞാൻ ജപമാല രാജ്ഞിയാണ് എന്ന്. അതുകൊണ്ടാണ് ജോൺ പോൾ 2 മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്:
മനുഷ്യൻ്റെ മന്ദത മാറ്റി ശുശ്രൂഷാ ജീവിതത്തിൽ ഉണർവ് നൽകാനുള്ള ഏറ്റവും നല്ല കാര്യം ജപമാല പ്രാർത്ഥനയാണ് എന്നുള്ള സത്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ജപമാലയിലൂടെ നടക്കുന്ന എന്തുമാത്രം അത്ഭുതങ്ങളുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ള ഒരു വലിയൊരു അത്ഭുതമാണ് ഒരു സെമിനാരി. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. ഒരു സെമിനാരിയിൽ ഒരു ദൈവ പൈതൽ പഠിക്കാനായിട്ട് ചെന്നു. അവൻ അവിടെ ചെന്നപ്പോൾ എന്നും രോഗത്തിൻ്റെ ഫലമായിട്ട് അവിടെ നിൽക്കാൻ പറ്റിയില്ല. റെക്ടറച്ചൻ അവനെ തിരിച്ചു പറഞ്ഞു വിട്ടു, നീ ജപമാല ചൊല്ലി സൗഖ്യം മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നിന്നെ സെമിനാരി ചേർക്കാം. പ്രിയപ്പെട്ടവരെ, അവൻ കുത്തിയിരുന്ന് ജപമാല ചൊല്ലി അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ അമ്മ അവന് സൗഖ്യം കൊടുത്തു. എന്തു ചെയ്തു? അവൻ സെമിനാരി പോയി ചേർന്നു, വൈദികനായി. പിന്നീട് അവൻ മെത്രാനായി, അവസാനം മാർപ്പാപ്പയായി. ആ മാർപ്പാപ്പയുടെ പേരാണ് 9-ാം പിയൂസ് മാർപ്പാപ്പ. ഈ മാർപ്പാപ്പ പറഞ്ഞൊരു വാക്യപ്രകാരമാണ്, ജപമാല ചൊല്ലാൻ സന്നദ്ധരായ ഒരു സൈന്യനിരയെ എനിക്ക് ലഭിച്ചാൽ ഞാൻ അവരിലൂടെ ലോകത്തെ പിടിച്ചെടുക്കും. ഈ ലോകത്തെ മാറ്റിമറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആത്മീയതയാണ് മക്കളെ ജപമാല പ്രാർത്ഥന. ഈ ജപമാല പ്രാർത്ഥനയുണ്ടെങ്കിൽ ഈ ലോകത്തെ മുഴുവനും ആത്മീയവൽക്കരിക്കാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് ഓരോ ക്രൈസ്തവനും ചെയ്യേണ്ട കാര്യം എന്നറിയാമോ? ജപമാല പ്രചരിപ്പിക്കുന്ന, ജപമാല ചൊല്ലുന്ന വ്യക്തിയായിട്ട് തീരാൻ, ഡൊമിനിക്കായിട്ട് തീരാനായിട്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ ഓരോ ക്രൈസ്തവനും തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം ഈ ജപമാല ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയണോ മക്കളെ? ജപമാല ചൊല്ലുമ്പോൾ ഈശോയുടെ സഹോദരങ്ങളാകുന്നു, അമ്മ മാതാവിന്റെ മക്കളാകുന്നു. അതുകൊണ്ടാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇപ്രകാരം പറയുവാണ്, യേശു ക്രിസ്തുവിനോടും പരിശുദ്ധി അമ്മയോടും ഐക്യപ്പെടാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ജപമാല. യേശു ക്രിസ്തുവിനെ മനുഷ്യന്റെ കേന്ദ്രസ്ഥാനത്തേക്ക് ഉയർത്തിവെക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ജപമാല. ഈ ജപമാല ദൈവരാജ്യത്തെ വികസിപ്പിക്കുന്നു, ഒപ്പം നിത്യജീവനിലേക്ക് ദൈവമക്കളെ അടുപ്പിക്കുന്നു എന്ന്. പക്ഷെ എത്ര മക്കൾ ഇതിനെ ചേർത്ത് പിടിക്കുന്ന എത്ര പേര്? അവസാന കാലഘട്ടത്തിൽ സാത്താൻ ഏറ്റവും കൂടുതൽ പൊരുതുന്ന ആരോടാണെന്നറിയാമോ? കുടുംബങ്ങളോടാ. അത് നമുക്ക് ഇന്ന് കാണാനായിട്ട് പറ്റും, ഓരോ കുടുംബങ്ങളിൽ സാത്താന്റെ പ്രവർത്തനങ്ങൾ. പക്ഷേ ലയോ 13-ാം മാർപ്പാപ്പ പറയുന്ന ഒരു ആത്മീയ രഹസ്യമുണ്ട്. ജീവിതത്തിന്റെ ആരംഭം തൊട്ട് അവസാനം വരെ ഏതൊക്കെ കുടുംബങ്ങൾ ജപമാല ഭക്തിയെ മുറുകെ പിടിച്ചിട്ടുണ്ടോ ആ കുടുംബങ്ങളിൽ സാത്താൻ കയറി അവിടുത്തെ വിശ്വാസത്തെ തകർക്കാനോ അവിടുത്തെ മക്കളെ തകർക്കാനായിട്ടോ പറ്റില്ല. കാരണം ജപമാല ചൊല്ലുമ്പോൾ എന്താ? ആ സമയത്ത് പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം ആ ഭവനത്തിൽ ഉണ്ടാകും. അവിടെ ഐക്യത്തിന്റെ ആത്മാവ് ഇറങ്ങി വരും. അവിടെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് ലയോ 13-ാം മാർപ്പാപ്പ പറയുന്നു, ഈ കാലഘട്ടത്തിന്റെ പ്രലോഭനങ്ങളെയും തിന്മകളെയും അതിജീവിക്കാനുള്ള ശക്തി കിട്ടുന്ന ആയുധം പരിശുദ്ധ ജപമാലയിലൂടെയാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ ബെർണാഡ് പറയുന്നു, നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലുമ്പോൾ സാത്താൻ ഭയന്നു വിറയ്ക്കും, നരകം വിറകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ 5 കാര്യമാണ് ജപമാലയെ കുറിച്ച് പറയുന്നത്. ജപമാല ചൊല്ലിയാൽ കിട്ടുന്ന 5 കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു. 1, ദുഷ്ടശക്തിയെ തകർത്ത് വിജയം നൽകുന്ന ആയുധമാണ് ജപമാല. 2 പറയുന്നു, സാത്താന്റെയും തിന്മകളുടെയും വിഷം ചീറ്റുന്ന നാശത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാനുള്ള ആയുധമാണ് ജപമാല. 3 പറയുന്നു, ദൈവകോപം ശമിപ്പിക്കാനുള്ള ആയുധമാണ് ജപമാല. 4 പറയുന്നു, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത മക്കൾ വീണ്ടും പാപത്തിലേക്ക് വീണു പോകുമ്പോൾ ആ മക്കളെ ആ പാപശക്തിയിൽ നിന്നും രക്ഷിക്കാനുള്ള ആയുധമാണ് ജപമാല. 5 പറയുന്നു, തിന്മയ്ക്കെതിരെയുള്ള ഏറ്റവും നല്ല മരുന്നാണ് ജപമാല. അവസാനം ഇങ്ങനെ പറയുന്നു, കാലഘട്ടത്തിന്റെ നാശങ്ങൾ തടയാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ജപമാല. എത്ര പേര് ഈ ജപമാലയെ മുറുകെ പിടിക്കുന്നുണ്ട്? 2 കാര്യം, മക്കളെ, ഇനി പഴയ പോലെ ജീവിച്ചാൽ, പഴയ പോലെ പ്രാർത്ഥിച്ചാൽ പറ്റില്ല. കാരണം സാത്താൻ അവസാന കാലഘട്ടമാകുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് മക്കളെ പ്രലോഭിപ്പിച്ച് തകർക്കും. അതുകൊണ്ട് അതിൽ വീഴാതിരിക്കണമെങ്കിൽ ഓരോ കുടുംബങ്ങളിലും, ഓരോ സന്യാസാശ്രമങ്ങളിലും, ഓരോ കോൺവെന്റിലും, ഓരോ സമൂഹ ജീവിതം നയിക്കുന്നിടത്തും എന്തുകൊണ്ട് ഉയരണം? ജപമാല പ്രാർത്ഥന. അത് പഴയ പോലെയല്ല, തീഷ്ണതയോട് കൂടിയ ജപമാല പ്രാർത്ഥന ഉയരട്ടെ. അങ്ങനെ ഉയരുമ്പോഴാണ് ഈ ലോകത്തെ മാറ്റിമറിക്കാനായിട്ട് പറ്റൂ. ഇല്ലെങ്കിൽ പലപ്പോഴും ദൈവമക്കൾ അപകടത്തിൽ വീഴുന്നേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ
ജപമാല ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലും തോറും ആ വ്യക്തിക്ക് ദൈവസന്നിധിയിൽ ഒരു സ്ഥാനം കിട്ടും. ഒപ്പം ഇങ്ങനെ പറയുവാണ്, കൃപ വിതരണം ചെയ്യുന്ന അമ്മയെ ചേർത്ത് പിടിച്ച് ജപമാല ചൊല്ലുമ്പോൾ ദൈവം സഭയോടും മക്കളോടും കരുണ കാണിക്കുമെന്ന് ഉറപ്പാണ്, രക്ഷിക്കുമെന്ന് ഉറപ്പാണ്. അത് സത്യമാ മക്കളെ. അതുകൊണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ നമുക്ക് ചേർത്ത് പിടിക്കാം, നമുക്ക് കൈവിടാതിരിക്കാം. എന്തോരം നമുക്ക് നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലാൻ പറ്റും അത്രയും ചൊല്ലിക്കൊണ്ട് നടക്ക്. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു ജപമാല, പിള്ളേർ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഒരു ജപമാല, ഉച്ച സമയത്ത് ഒരു ജപമാല, കിടക്കുന്നതിന് മുമ്പ് വ്യക്തിപരമായ ജപമാല നിങ്ങൾ ഇങ്ങനെ ചൊല്ലിക്ക്. ഇല്ലെങ്കിൽ മക്കളെ രാവിലെ എഴുന്നേറ്റ് ഒരു സ്വർഗസ്നായ പിതാവേ 10 നന്മ നിറഞ്ഞ മറിയുമേ, 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു സ്വർഗസ്നായ പിതാവേ 10 നന്മ, ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടപെട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്. ഇല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നേ നിങ്ങൾ. ഇനി ഞാൻ പറയുക, കുറച്ചും കൂടി ഫലമുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. ഫലമുണ്ടാക്കുന്ന കാര്യമാണ് അർത്ഥം മനസ്സിലാക്കി ജപമാല ചൊല്ലണം. അർത്ഥം മനസ്സിലാക്കി. കാരണം സാത്താൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സമയം അപ്പോഴാണ്. നിങ്ങൾ ചുമ്മാ ചിന്തിച്ചാൽ മതി. ഞാൻ ഒരു ദിവസം നിങ്ങളോട് പറഞ്ഞതാ, ഏറ്റവും കൂടുതൽ പ്രലോഭനം ഉണ്ടാകുന്ന, നമ്മുടെ ചിന്തയെ മലിനമാക്കുന്ന, വ്യഗ്രതയിലേക്ക് കൊണ്ടുപോകുന്ന, ഇല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയം ഏറ്റവും കൂടുതൽ ജപമാല ചൊല്ലുമ്പോഴാണ്. ആ ജപമാല ചൊല്ലാൻ തുടങ്ങുമ്പോൾ ഓരോ ചിന്ത വരും. പിന്നെ 10 നന്മ നിറഞ്ഞ പറയുമ്പോൾ കഴിഞ്ഞു, നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ട് ചിലപ്പോൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ വീട്ടിൽ ജപമാല തുടങ്ങുമ്പോൾ നമ്മൾ ഇരുന്ന് കൊടുക്കുന്നുണ്ട്, അത് കഴിയുമ്പോഴാണ് പിന്നെ ഓർക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാരണം എന്താണെന്നറിയണോ? നീ ശ്രദ്ധയോടെയും നീ തീഷ്ണതയോടെയും നീ അർത്ഥം മനസ്സിലാക്കിയും ചൊല്ലിയാൽ അവൻ അവിടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തു ചെയ്യും? നിന്നെ ചൊല്ലിപ്പിക്കാൻ സമ്മതിക്കുമായിരിക്കും, പക്ഷേ അർത്ഥം മനസ്സിലാക്കാനും തീഷ്ണ നൽകാനും അവൻ തയ്യാറാകില്ല. ചിലവർ പറയുന്നില്ല, അച്ഛാ ജപമാല ചൊല്ലാൻ തുടങ്ങുമ്പോൾ ഉറക്കം വരും. എന്തുകൊണ്ടാ? അവൻ ഏറ്റവും കൂടുതൽ ഭയമാ മക്കളെ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുവാണ്, നിങ്ങൾ ചുമ്മാ ചിന്തിച്ച്, നിങ്ങൾ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഒരു ചിന്ത കയറി നിങ്ങളെ അലട്ടി, അത് മാറ്റി വച്ചിട്ട് വീണ്ടും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ജപമാല കഴിയുമ്പോൾ ആ ചിന്തയെ വീണ്ടും ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ നോക്കിയാൽ കിട്ടില്ല. കാരണം ഏറ്റവും വലിയ ശക്തിയാണ് ജപമാല പ്രാർത്ഥനയിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ട് അർത്ഥം മനസ്സിലാക്കാം, തീഷ്ണതയോടെ ചെല്ലാം. പ്രിയപ്പെട്ടവരെ, ഉണർവോടുകൂടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ലോകത്തെ മാറ്റിയെടുക്കാം, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാം, വ്യക്തി ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാം. അതിന് നമ്മളെ പരിശുദ്ധി അമ്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം പരിശുദ്ധി അമ്മ നൽകുന്ന സന്ദേശം ശ്രദ്ധയോടെ എൻ്റെ മക്കൾ കേട്ടെ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠ നടത്തി അതിനു വേണ്ട അംഗീകാരം എല്ലാ മാർഗേനയും കൊണ്ടുവരാൻ ഞാൻ ആവശ്യപ്പെട്ടുവല്ലോ. എൻ്റെ ഈ പ്രവൃത്തിയിൽ ഭാഗഭാക്കുകളായ എല്ലാവരെയും ഞാൻ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യും. ഈ ആത്മാക്കളാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത്. പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കുക. എല്ലാ ഹൃദയങ്ങളും ദൈവത്തിൻ്റെ ഹൃദയവുമായി ഗാഢബന്ധത്തിലായിരിക്കാൻ ദൈവം അഭിലഷിക്കുന്നു. ഈ ബന്ധിപ്പിക്കൽ എൻ്റെ ഹൃദയത്തിലൂടെ സംഭവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നു. എൻ്റെ ആത്മാവിലൂടെയാണല്ലോ ദൈവം മനുഷ്യ മനസ്സിൽ എത്തിയത്. എന്നോടുള്ള പിതാവിൻ്റെ സ്നേഹമാണ് എല്ലാ ആത്മാക്കൾക്കും ഈ കൃപ ലഭിക്കാൻ കാരണം. സ്വർഗത്തിൻ്റെ സമ്പത്ത് എല്ലാ ആത്മാക്കൾക്കുമായി പങ്കുവയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അക്കാരണത്താലാണ് എൻ്റെ ഹൃദയവും പങ്കുവയ്ക്കണമെന്ന് ദൈവം അഭിലഷിക്കുന്നത്. ചുരുങ്ങിയ കാലമേ അവശേഷിക്കുന്നുള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങളെ, വിമല ഹൃദയത്തിനുള്ള സമർപ്പണം എന്ന കൃപാവരം സ്വീകരിക്കാൻ ജനതതികളെ ഒരുക്കുക. എൻ്റെ ചുറ്റും വരിക. ഈ കൃപാദാനത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. മുന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ കൃപ നൽകട്ടെ. അങ്ങനെ അവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും എൻ്റെ ഹൃദയമാകുന്ന സമ്മാനവും വഹിക്കട്ടെ. ഈ വരദാനങ്ങളിലൂടെ അവർ ജനതതികളെ സുവിശേഷത്തിൽ ഉറപ്പിക്കട്ടെ. അങ്ങനെ നാം എല്ലാം ചേർന്ന് ദൈവഹിതം നടപ്പിൽ വരുത്താം. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ പരിപൂർണ ശ്രദ്ധയും ആത്മാർത്ഥതയും ഇക്കാര്യത്തിൽ നിങ്ങൾ കൊടുക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണം.
ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ ഈശോയുടെ രണ്ടാം വരവ് ആനന്ദകരമാണ് എന്ന് ചിന്തിക്കുന്നു. വാക്കിൽ നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചുവരും എന്ന് 3 പ്രാവശ്യം ആവർത്തിക്കും. പ്രവൃത്തിയിൽ കർത്താവിന്റെ രണ്ടാം വരവിനെ ഓർത്ത് ആത്മാർത്ഥതയോടെ ജോലികൾ ചെയ്യും. ഉപേക്ഷ വരുത്താതെ ഇന്ന് ചെയ്യുന്ന ദാനധർമ്മങ്ങൾ സ്വർഗത്തിലെ പ്രതിഫലത്തിനായി കാഴ്ചവെക്കും. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ അണയുന്നു. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ അണയുന്നു. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ സമർപ്പിച്ച മക്കളെ, മാലാഖമാരോടൊന്നായി നാഥൻ പ്രാർത്ഥിച്ച മക്കളെ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ അണയുന്നു. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ആരാധന 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 പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങളെ എപ്പോഴും വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ,
നിങ്ങളായിരിക്കുന്ന സ്ഥലത്തൊന്ന് മുട്ടുമടക്കാമോ, മുട്ടുകുത്താമോ? നിങ്ങളുടെ കയ്യിൽ ജപമാലയുണ്ടെങ്കിൽ ഇപ്പോൾ കയ്യിലെടുക്കുക. ഈ നിമിഷം ഒരു രഹസ്യം, 10 നന്മ നിറഞ്ഞ മറിയമേ, ഒരു സ്വർഗസ്ഥനായ പിതാവേ, നമ്മൾ അർത്ഥം മനസ്സിലാക്കി തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് 1 or 2 പേർ കേൾക്കത്തക്ക ശബ്ദത്തിൽ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ആ വീടിന്റെ അകത്ത് കേൾക്കത്തക്ക രീതി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? സാത്താന്റെ ശക്തികൾ കുടുംബത്തിലോ സ്ഥലത്തോ ഉണ്ടെങ്കിൽ നിർവീര്യമാകും, വിട്ടുപോകും. അവന് നിൽക്കാൻ പറ്റില്ല, അവൻ ഞെട്ടിപ്പറയ്ക്കും, അവൻ ഭയന്നോടും. നിമിഷം മുട്ടുമേൽ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിക്കേണ്ടവർക്ക് വിരിച്ചു പിടിക്കാം, താഴ്ത്തി പിടിക്കേണ്ടവർക്ക് താഴ്ത്തിയോ, അല്ലെങ്കിൽ കുപ്പി പിടിക്കേണ്ടവർക്ക് കുപ്പി പിടിച്ച് അർത്ഥം മനസ്സിലാക്കണം. മറ്റ് ചിന്തകളിലേക്ക് പോകരുത്. അച്ഛൻ ചൊല്ലുന്നതിന് ഛേദമായിട്ട് നിങ്ങൾ തിരിച്ച് ചെല്ലാനായിട്ട് എല്ലാവരും ഇത് ഉറക്കെ ചെല്ലാനായിട്ട് പരിശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ടെങ്കിൽ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് അത് ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഓ ആമേൻ. എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാത്മ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. ഒരു നിമിഷം നിങ്ങൾ ഭാര്യ ഭർത്താവ് മക്കളെല്ലാം ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ, ആരെങ്കിലൊക്കെ കുടുംബത്തിൽ 1 or 2 പേർ കൂടുതൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ പരസ്പരം കരങ്ങൾ കോർത്ത് പിടിക്കാം. ഇത് വലിയൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയ്ക്ക് കിട്ടേണ്ട ഒരു വലിയൊരു അഭിഷേകമാണ് ജപമാല ഭക്തിയുടെ ഒരു അഭിഷേകം. ജപമാല ധാരാളം പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ, ജപമാല ചൊല്ലാനുള്ള വലിയൊരു ദാഹം,
എപ്പോഴും നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലുന്ന ഒരു ശക്തി, ഈ ഒരു കൃപ നമുക്ക് കിട്ടണം. ഇതിനു വേണ്ടി കൂട്ടായ്മ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഈ ലോകത്തിന്റെ ഏതൊക്കെ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതിൽ പങ്കുചേരുന്നുണ്ടോ, ഒറ്റ കുടുംബമാ, അമ്മയുടെ മക്കളാ. ആ അമ്മയുടെ മക്കൾ അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ഈ ഒരു കൃപയ്ക്കായിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചോ. അമ്മ വഴി ഈശോ അത് നമുക്ക് തരും. കരങ്ങൾ കോർത്ത് പിടിച്ച് അതൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് എല്ലാവരും 1 മിനിറ്റ് നേരം ഇതിന്റെ കൃപയ്ക്കായിട്ട് ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഒരുമിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ശരണം ഗമിപ്പൂനിൻ തൃപ്പാദത്തിൽ കരുണതൻ നിറകുടമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ. കന്യകമാരുടെ റാണി നീയേ, എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. അമലേ അമലേ മരിയേ. ഒരു നിമിഷം നമുക്ക് തീരുമാനമെടുക്കാം മക്കളെ. ഇന്ന് തൊട്ട് എൻ്റെ അതിരത്തിൽ എപ്പോഴും നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചൊല്ലും. സാധിക്കുന്നിടത്തോളം ജപമാല ചൊല്ലും. പാപികളുടെ മാനസാന്തരത്തിനായിട്ട് കാഴ്ചവെക്കും. ദൈവകോപം ഞാൻ അതിലൂടെ ശമിപ്പിക്കും. എൻ്റെ കുടുംബത്തെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ഞാൻ കുടുംബാംഗങ്ങളെ രക്ഷിക്കും. ഞാൻ ജപമാല മുറുകെ പിടിക്കും. നമ്മുടെ കുടുംബത്തിൽ ജപമാലയുണ്ടല്ലോ, അത് വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും കൈകളിലെടുക്കാം. കൈകളിലെടുക്കണം. ഒരു രഹസ്യമെങ്കിലും മുട്ടുകുത്തണം. ലുത്തിനിയെ മുട്ടുകുത്തി നമുക്ക് ചെല്ലണം. പ്രിയപ്പെട്ടവരെ, അതും വിശ്വാസത്തോടും തീഷ്ണതയോടും അർത്ഥം മനസ്സിലാക്കി ഞാൻ ചൊല്ലും. വൈകുന്നേരമാകുമ്പോൾ തന്നെ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ഞാൻ ജപമാല ചൊല്ലും. 7:30 തൊട്ട് 8 മണി വരെയോ 8 തൊട്ട് 8:30 വരെയോ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ജപമാല ചൊല്ലുവാൻ, ജപമാല പ്രാർത്ഥിക്കുവാൻ, കുടുംബ പ്രാർത്ഥനയ്ക്കായി ഞാൻ മാറ്റിവെക്കും. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ നല്ലൊരു തീരുമാനമെടുത്ത് അത് ജീവിക്കുവാൻ, ചെയ്യുവാൻ ദൈവമേ എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും കൃപ കൊടുക്കണം. ഞാൻ മാത്രം നോക്കിയാൽ പോരാ, എൻ്റെ കുടുംബം ഒരുമിച്ച് ഇതിനുള്ളൊരു ആഗ്രഹം ഉണ്ടാകണം. നമ്മ എല്ലാ കുടുംബത്തെയും അതിനായിട്ട് കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിമിഷം ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വന്തമാക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ഈ നിമിഷം പുണ്യങ്ങൾ എന്തൊക്കെയാ ചെയ്യണ്ടേ എന്ന് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും വായിക്കുകയും ചെയ്ത്
ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ ഈശോയുടെ രണ്ടാം വരവ് ആനന്ദകരമാണ് എന്ന് ചിന്തിക്കുന്നു. വാക്കിൽ നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചുവരും എന്ന് 3 പ്രാവശ്യം ആവർത്തിക്കും. പ്രവൃത്തിയിൽ കർത്താവിന്റെ രണ്ടാം വരവിനെ ഓർത്ത് ആത്മാർത്ഥതയോടെ ജോലികൾ ചെയ്യും. ഉപേക്ഷ വരുത്താതെ ഇന്ന് ചെയ്യുന്ന ദാനധർമ്മങ്ങൾ സ്വർഗത്തിലെ പ്രതിഫലത്തിനായി കാഴ്ചവെക്കും. പരിശുദ്ധ അമ്മ മാതാവിലൂടെ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.